കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും അവിടെ നമുക്ക് ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്നു. വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം നമ്മളെ കേൾപ്പിക്കുന്നല്ലോ. എല്ലാറ്റിനായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ ഭക്തന്മാർ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ദൈവം. അവിടെ ദാവീദ് പറയും, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ശക്തരായ ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതെ വിശന്നിരിക്കും. കാട്ടിലെ രാജാവാണ് സിംഹങ്ങൾ. അതിനുപോലും ഇര കിട്ടാതിരിക്കുന്ന സമയങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ മുമ്പാകെ നടക്കുന്ന, താഴ്മയോടെയും വിശുദ്ധിയോടെയും നടക്കുന്ന തന്റെ ജനത്തിന് ഒന്നിനും മുട്ടുവരുത്താതെ അതത് ദിവസം വേണ്ടത് നൽകി ജയോത്സവമായി നമ്മെ എല്ലായിടത്തും നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു വലിയ സമാധാനം കൊണ്ട് അവിടെ നമുക്ക് നിറയ്ക്കുന്നില്ല പ്രിയരെ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയില്ലെങ്കിലും നമ്മുടെ അകത്ത് വലിയൊരു ദൈവിക സമാധാനമില്ലേ? എന്നാൽ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള പലർക്കും സമാധാനമില്ല, സന്തോഷമില്ല, അസ്വസ്ഥതകൾ കുടുംബത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനമല്ലേ അവിടുന്ന് നമുക്ക് നൽകിയത്. ആ സമാധാനം നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ലോകത്തിലാർക്കും സാധ്യമല്ല. തന്റെ ഭക്തന്മാരെ അറിയുന്ന ദൈവം, അവരുടെ പ്രാണനെ സൂക്ഷിക്കുന്ന ദൈവം, തന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നു, നീയല്ല ഇപ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഉന്നതനായൊരു ദൈവത്തിന് നന്ദി പറയാം. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന്റെ പ്രതീക്ഷകൾക്ക് ഒരു കാലഘട്ടത്തിലും മങ്ങലേൽക്കത്തില്ല. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതിപ്പോഴും കാണുമെന്ന് എത്ര പേർ മനസ്സിലാക്കും? ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. സകലത്തുനിന്നും വിടുവിക്കുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ഉന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ വീണ്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനായിരിക്കുമ്പോൾ തന്നെ മനോവിനയവും മനസ്താവവും ഉള്ളവരുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വചനം പറയുന്നു, മനം തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവം. നമ്മുടെ മനസ്സിന്റെ തകർച്ച കൂടപ്പുറപ്പുകൾക്കോ കൂട്ടുകാർക്കോ ചർച്ചക്കാർക്കോ ആർക്കും മനസ്സിലാവില്ല. അത് നന്നായി അറിയുന്ന ഒരുവൻ ഇന്നും സഹോദരങ്ങളെ നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിച്ചേറ്റെടുക്കും? ധൈര്യത്തോടെ പറ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി നമുക്കെന്നും പ്രഖ്യാപനം ചെയ്യണം. കാരണം പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. വിശ്വസിക്കാൻ കൊള്ളാത്തവനെ അല്ല ഞാൻ ആശ്രയിച്ചത്. കഴിവില്ലാത്ത ഒരു ദൈവമല്ല, കാണാത്ത ഒരു ദൈവമല്ല, കരുതുന്ന ഒരു ദൈവം, കാക്കുന്ന ഒരു ദൈവം, ആ ദിവസം വരെ സൂക്ഷിക്കുന്ന ഒരുവൻ. ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായെങ്കിൽ നിരാശകൾ വരില്ല, സങ്കടത്തിൽ നമ്മൾ മുങ്ങിപ്പോകുകയില്ല. അവിടൊക്കെയും
തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ നമുക്ക് ദൈവം കരുത്തും കൃപയും നൽകും. ഈ പ്രത്യാശാകത്തുണ്ടാവണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ആരാണ് എൻ്റെ കരുത്തിൽ പിടിച്ചത് എന്ന ഉറപ്പ് എല്ലാ കാലത്തും നമ്മുടെ അകത്ത് സഹോദരങ്ങളെ ഉണ്ടാവണം. ആ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. യെശയ്യാപ്രവചനം 40-1 എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ആശ്വസിപ്പിക്കുന്ന ദൈവം, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തന്റെ ജനത്തോട് കരുണ തോന്നുന്ന ദൈവം. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവർ ശൂന്യമാക്കപ്പെട്ടു, കൊള്ളയായിപ്പോയ സമയങ്ങൾ നമുക്കറിയാം. അവൾക്കെതിരെ, ഇസ്രായേലിനെതിരെ യുദ്ധങ്ങളുണ്ടായിരുന്നു, നിരോധനങ്ങളുണ്ടായിരുന്നു. അവർ പാപം ചെയ്തു. എന്നാൽ ദൈവം അവരുടെ പാപങ്ങൾ അനുതപിച്ചപ്പോൾ മോചിച്ചു. ദൈവം അവർക്ക് ഇരട്ടി കൊടുത്തു. ദുർഘടങ്ങൾ സമമായി തീരാൻ, വളഞ്ഞത് ചൊവ്വായി തീരാൻ, താഴ്വരകൾ നികന്നു വരാൻ ദൈവത്തിന്റെ അരുളപ്പാട് അവരുടെ മേലുണ്ടായി. യഹോവയായ കർത്താവ് ബലശാലിയായി അവർക്ക് വേണ്ടി ഭരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തോട് പറയുന്നു, തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. പ്രിയരെ, മുറിവേറ്റ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ശത്രു കടന്നുകയറി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ശൂന്യമാക്കപ്പെട്ടതിനെ ആശ്വസിപ്പിച്ച ഒരു ദൈവം, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളെ എന്ന് മറ്റെടുത്ത് പറയുന്നു. അങ്ങനെയുള്ളവരെ എല്ലാം തകർന്ന് തരിപ്പണമായി, തീ വെച്ച് ചുട്ടുപോയ അനുഭവങ്ങൾ, ചാമ്പലായിപ്പോയ അനുഭവങ്ങൾ, ചാരമായിപ്പോയ അനുഭവങ്ങൾ, ഇതിന്റെ ഒക്കെ നടുവിലും ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരെ നോക്കി പറയുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. വ്യക്തമായ ദൈവം ഏതവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നത്? പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശയ്ക്ക് തുടക്കത്തിൽ ഭംഗം വന്ന് എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരമറങ്ങുകയാണ്. സാന്ത്വനിപ്പിക്കുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, ഭരണം നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. മാത്രമല്ല, അവിടെ താഴോട്ട് വായിക്കുമ്പോൾ, ഒരിടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞുങ്ങളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ ഓരോന്നിനും അതതിന്റെ രീതിയിൽ നടത്തുന്ന, അതിന്റെ ആവശ്യമനുസരിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. മറ്റാർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, മനുഷ്യ വാക്കുകൾ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിഷയം, പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ ഇന്ന് പകൽ വിടുതലോടെ മടക്കി തന്ന്, അതിനെ യോജിപ്പിച്ച്, അതിനെ ഒരുമിച്ച് നിർത്തി, തുറക്കേണ്ടടുത്ത് തുറന്ന് ആത്മശക്തിയോടെ നിങ്ങളെ നിർത്തി, നിങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്ന ദൈവത്തിന്റെ കൽപ്പന പുറപ്പെടുന്നു. എന്റെ ജനത്തെ ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുകയാണ്. കരയുന്ന പ്രിയപ്പെട്ടവരെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, നല്ലൊരു വാക്ക് പറയാൻ ആരുമില്ല, കൈത്താങ്ങാൻ ആരുമില്ല. ചില കുത്തുവാക്കുകളുടെയും നിന്ദകളുടെയും അപമാനങ്ങളുടെയും നടുവിൽ നട്ടം തിരിയുന്ന ജനത്തോട് ദൈവാത്മാവിന് പറയാനുള്ളത്, നിങ്ങളെ അവൻ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ മുറിവുകളെ അവൻ കെട്ടും. മാറാത്ത ചില മുറിവുകൾ, മറക്കാൻ പറ്റാത്ത ചില മുറിവുകളെ കെട്ടി നിങ്ങളെ ആശ്വസിപ്പിച്ച്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ എന്റെ വലം കൈകൊണ്ട് നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരുവൻ നിന്റെ ചാര ഇറങ്ങി വന്നിട്ടുണ്ട്. നീറുന്ന വിഷയമായി ദൈവം പാകയായിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, അവിടുത്തെ കൽപ്പന പുറപ്പെ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീനെന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിന്റെ യുദ്ധസേവ കഴിഞ്ഞു. ഹല്ലേലൂയ. അവളെ ആശ്വസിപ്പിക്കുന്ന, സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുക. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? കർത്താവേ, ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് അവിടുത്തെ മുഖം ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഹോവേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, എന്നാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും. ഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഹോവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തും. ഇതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം നിങ്ങളുടെ വിഷയത്തെ തൊടാൻ പോകുക, ദൈവം അതിനെ ടച്ച് ചെയ്യാൻ പോകുക, ആ മുറിവുകളെ ദൈവം കെട്ടാൻ പോകുക, ദൈവോടെ പ്രവർത്തിക്കാൻ പോകുന്നു. സഹോദര, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവോട് ഓടാൻ പോകുന്നു. അവിടെ ദൈവത്തിന്റെ ഒരു ആത്മാവ്, ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ, ദൈവാത്മാവിന്റെ ഒരു പരിവർത്തനം അവിടേക്ക് ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ചെല്ലുക, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ആശ്വസിപ്പിപ്പീൻ എന്ന് പറയുന്ന വചനത്തിന്റെ ശക്തി വ്യാപരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ജനമാത്മാവിൽ ശക്തരാകട്ടെ, അവർ അഭിഷേകത്തോടെ നിൽക്കട്ടെ, ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകട്ടെ. ഒരു ശക്തിക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വേണം ആത്മാവിന്റെ ഇടപെടിയിൽ വ്യാപരിക്കുന്ന സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.